ഇന്നത്തെ എപ്പിസോഡിലെ സർവൈവൽ ടാസ്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പക്ഷേ ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിട്ടോ. അനീഷിനോട് ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ റൂൾ എടുത്ത് വായിക്കൂ എന്ന് പറയാണ്. അപ്പൊ അനീഷ് വായിക്കുകയാണ്, ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാൻ പാടില്ല. ഇതായിരുന്നു ഈ ടാസ്കില് അനീഷ് അവസാനമായിട്ട് പറഞ്ഞത്. ഇതിന് ശേഷം കമാന്നൊരക്ഷരം അനീഷ് മിണ്ടാൻ തയ്യാറല്ലായിരുന്നു. ബിഗ് ബോസ് പറയുന്നുണ്ട്, അനീഷ് വായിക്കൂ, അനീഷ് തുടങ്ങിയിട്ടില്ല, അനീഷ് സംസാരിക്കൂ. അതിനുശേഷം ബിഗ് ബോസ് രണ്ടാമത്തെ ചലഞ്ച് വായിക്കാൻ പറയുകയാണ് കേട്ടോ നമ്മുടെ ആര്യനോട്. പക്ഷേ ഇവിടെ ആര്യനും ജിസേലിനും മലയാളം വായിക്കാനായിട്ട് അറിയില്ല. അപ്പോ ആര്യൻ ഹെൽപ്പ് ചോദിക്കുകയാണ്. ആരോട്? അനീഷിനോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അനീഷ് തന്റെ ചലഞ്ച് ബുക്ക് എടുത്ത് കാണിക്കുകയാണ്. അതായത് ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാൻ പാടില്ല എന്നുള്ള ചലഞ്ച് ഉണ്ടല്ലോ, അത് ആൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേങ്കിൽ ഇവിടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ചലഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. ഇവിടെ നിന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല, ആ ബുക്ക് വായിക്കൂ. എന്നിട്ടും അനീഷ് തലോണ്ടാട്ടി, വായിക്കൂല, ഇനി ഞാൻ ആര് പറഞ്ഞാലും വായിക്കൂല, ഞാൻ ചലഞ്ചിലാണ്. ഇതും കഴിഞ്ഞ് ജസീലിന്റെ കാർഡും കൂടി വായിക്കാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് കേട്ടോ. അനീഷ് രണ്ടാമത്തെ കാർഡ് വായിക്കൂ. എവിടെ? ആര് വായിക്കുന്നു? അനീഷ് അനങ്ങുന്നില്ല. അവസാനം ബിഗ് ബോസ് ഗതി കിട്ട് വീട്ടിൽ നിന്ന് മലയാളം വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരൂ എന്ന് അനൗൺസ് ചെയ്തിട്ടാണ് ആ ടാസ്ക് കംപ്ലീറ്റ് വായിച്ചത് കേട്ടോ. ഇവിടെ അനീഷ് എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, ഇപ്പോൾ തൊട്ട് സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാൻ പാടില്ല എന്നാണ് ചലഞ്ചിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ടാസ്ക് തുടങ്ങിയിട്ടില്ല, സംസാരിക്കൂ, വായിക്കൂ. പക്ഷെ ആൾ ചെയ്യുന്നില്ല. ചിലപ്പോൾ ബിഗ് ബോസ് പറ്റിച്ചാലോ എന്ന് കരുതിയിട്ടാണോ എന്തോ. എന്തായാലും ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന്റെ ശേഷം ഫണ്ണൊന്നും ആയിരുന്നില്ല, ഗംഭീര അടി തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്.